So hi friends, welcome back to my channel. നമ്മൾ നിംഹാൻസിൻ്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 17 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസോട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ എക്ലാംസിയ. എക്ലാംസിയ ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണ്, മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, മെഗ്നീഷ്യം സൾഫേറ്റ്. ഇതിൻ്റെ ആൻറ്റിഡോട്ട് ഏതാണ്? കാൽഷ്യം ഗ്ലൂക്കണേറ്റ് ആണ്. ഓക്കെ, കാൽഷ്യം ഗ്ലൂക്കണേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ ബീറ്റ ബ്ലോക്കേഴ്സ്. ബീറ്റ ബ്ലോക്കേഴ്സിന് എക്സാമ്പിൾ നമുക്ക് എപ്പോഴും അറിയാം, ലോൾ വരുന്ന എല്ലാം ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. സോ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് പ്രൊപ്പനലോൾ ആണ്. ഓക്കെ, സോ പ്രൊപ്പനലോൾ ആണ് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വി കാനല വിത്ത് മാക്സിമം ഫ്ലോ റേറ്റ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, മാക്സിമം ഫ്ലോ റേറ്റ് വരുന്നത് 16, കൊടുത്തിരുന്നതിൽ 16 ഗോജ് ആണ്. ഇനി ഇതിൽ കൂടുതൽ ഓറഞ്ച് കൂടെ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് കാണാം. സോ നമുക്കറിയാം ബീറ്റ ബ്ലോക്കേഴ്സ് വരുന്നത് ആൻറ്റി ഹൈപ്പർടെൻസീവിൻ്റെ അണ്ടറിലാണ്. സോ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഫസ്റ്റ് വൺ AC ഇൻഹിബിറ്റേഴ്സ്, അതായത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. അതിൻ്റെ പ്രിഫിക്സ് എപ്പോഴും പ്രില്ല് വരുന്നതായിരിക്കും, അതായത് ക്യാപ്റ്റോപ്രിൽ, എൻഡാപ്രിൽ അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ AC ഇൻഹിബിറ്റേഴ്സിൻ്റെ അണ്ടറിൽ. ഓക്കെ, അടുത്ത ARBs എന്താണ്? ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. ഓക്കെ, അതിൻ്റെ പ്രിഫിക്സ് എപ്പോഴും സർട്ടൻ, അതായത് ലോസാർട്ടൻ, വാൽസാർട്ടൻ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും ARBs. അടുത്തത് ആൽഫ ബ്ലോക്കേഴ്സ്, അത് ഓസിന് വരുന്നതാണ്, ടെറാസോസിൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ ബീറ്റ ബ്ലോക്കേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ലോൾ എപ്പോഴും വരുന്നത് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. അതിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊപ്പനനോൾ, അപ്റ്റിനനോൾ, മെറ്റാപ്രലോൾ, ലെബറ്റലോൾ ഇതെല്ലാം വരുന്നത് ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ അണ്ടറിലാണ്. ദെൻ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഏതൊക്കെയാണ്? CCB, അത് ഡിപ്പിൻ വരുന്നത്, അംലോഡിപ്പിൻ, നിക്കാഡിപ്പിൻ ഇതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ വെറാപ്പമിൻ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ട്, അത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്, അത് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഡയൂറട്ടിക്സ് ഏതൊക്കെയാണ്? ഫുറോസിമൈഡ്, ഹൈഡ്രോക്ലോർതൈസൈഡ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ AC ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ARBs ഉണ്ട്, ആൽഫ ബ്ലോക്കേഴ്സ് ഉണ്ട്, ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, ഡയൂറട്ടിക്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാനലയുടെ സൈസ് ഒന്ന് നോക്കി പോവാം. നമുക്ക് എപ്പോഴും അറിയാം പീഡിയാട്രിക് യൂസ് ചെയ്യുന്നത് യെല്ലോ ആണ്, അത് 24 ഗോജ് ആണ്. ബ്ലൂ വരുന്നത് 22 ഗോജ് ആണ്. പിങ്ക് വരുന്നത് 20 ഗോജ് ആണ്. ഗ്രീൻ വരുന്നത് 18 ഗോജ് ആണ്. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഗ്രീൻ ആണ്, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കേട്ടോ. ഇനി ഓൾഡർ അഡൽട്സിന് ഇടുന്നത് ബ്ലൂ ആണ്. നോർമൽ യൂസിന് യൂസ് ചെയ്യുന്നത് പിങ്ക് ആണ്. ഓക്കെ, ദെൻ 16 ഗോജ്, ദെൻ ഓറഞ്ച്, അത് 14 ഗോജ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് കാനലയുടെ സൈസ് കൂടുന്നതനുസരിച്ച് ഫ്ലോ റേറ്റ് കൂടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്ലോ റേറ്റ് ജസ്റ്റ് കണ്ട, യെല്ലോയ്ക്ക് 13 ആണ് വരുന്നത്, ബ്ലൂവിന് 31 ആണ് വരുന്നത്, പിങ്കിന് 67 വരുന്നുണ്ട്, ഗ്രീനിന് 103 വരുന്നുണ്ട്, ഗ്രേക്ക് 236, ഓറഞ്ച് 270. അതായത് ഫ്ലോ റേറ്റ് കൂടിക്കൂടി വരും ഗോജ് കൂടുന്നതനുസരിച്ച്. സോ അടുത്ത ക്വസ്റ്റ്യൻ, കമ്മിറ്റി എക്സ്പ്ലൈനിങ് അബൌട്ട് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ്. മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ഏതാണ്? കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, കർത്താർ സിംഗ് കമ്മിറ്റി അത് 1973 സ്റ്റാർട്ട് ചെയ്തത്. 1973 കർത്താർ സിംഗ് കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രയർ നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഫോർ സൂയിസൈഡൽ അറ്റംപ്റ്റ് പേഷ്യൻ്റ്. അതായത് സൂയിസൈഡൽ അറ്റംപ്റ്റ് കഴിഞ്ഞ പേഷ്യൻ്റ് നമ്മൾ നഴ്സ് എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അത് വാച്ച്ഫുൾനെസ് ആണ്, അതായത് ആ പേഷ്യൻ്റ് വീണ്ടും സൂയിസൈഡൽ അറ്റംപ്റ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ റൂമിനകത്തുനിന്ന് മെഡിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം റൂമിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് നഴ്സ് സ്റ്റേഷൻ്റെ അടുത്തുള്ള റൂമായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ എസ്കലേറ്റർ ഓപ്പൺ ഡോറിന് അടുത്ത് റൂം കൊടുക്കരുത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് പറയുന്നത്. ഓക്കെ, അടുത്തത് പാർഷ്യൽ ഓർ ടോട്ടൽ സെപ്പറേഷൻ ഓഫ് പ്രീവിയസ്ലി അപ്രോക്സിമേറ്റഡ് വൂണ്ട് എഡ്ജസ്. അതായത് നമ്മൾ ഒരു സർജറി കഴിഞ്ഞിട്ട് വൂണ്ട് എന്താണ് ഒന്നിച്ച് ഹീൽ ആവാത്ത അതിനെന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വൂണ്ട് ഡെഹിസൻസ് ആണ്. ഓക്കെ, വൂണ്ട് ഡെഹിസൻസ്. അതിനകത്ത് എവിസറേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമുക്കറിയാം വൂണ്ട് ഡെഹിസൻ എന്ന് പറഞ്ഞാൽ വൂണ്ടിൻ്റെ എഡ്ജസ് രണ്ടും മാറിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എവിസറേഷൻ ആകുമ്പോൾ നമുക്ക് ഇന്റേണൽ ഓർഗൻസ് എന്തെങ്കിലും അതുവഴി പ്രൊട്രൂഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അതാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, കണ്ടോ. അടുത്തത് നമുക്ക് ആ കമ്മിറ്റീസ് ഒന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ ബോർ കമ്മിറ്റി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബോർ കമ്മിറ്റി എന്നാണ് 1946 ബോർ കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്തത്. അതിനകത്ത് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് ബോർ കമ്മിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ മുതലിയാർ കമ്മിറ്റി ഉണ്ട്, അത് 1962 അതിൽ ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി വരുന്നുണ്ട്. ദെൻ ചാദ കമ്മിറ്റി, അത് ഇമ്പോർട്ടൻ്റ് അല്ല. മുഖർജി കമ്മിറ്റി സംടൈംസ് ചോദിക്കാറുണ്ട്. സ്ട്രെങ്തനിങ് ഹെൽത്ത് സർവീസ് ആണ് മുഖർജി കമ്മിറ്റി, അത് 1965 വന്നിരിക്കുന്നത്. ഓക്കെ, 1965. ഇനി അടുത്തത് കർത്താർ സിംഗ് കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മിറ്റി ഓൺ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ് ആണ്, അത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. 1973 ഓക്കെ, 1973.
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ശ്രീവാസ്തവ കമ്മിറ്റി എന്നാണ് വന്നിരിക്കുന്നത്. 1975 വന്നിരിക്കുന്നത്. ഇതെന്താ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് മാൻ പവർ ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, മെഡിക്കൽ എഡ്യൂക്കേഷന് സപ്പോർട്ട് മാൻ പവർ കമ്മിറ്റി ജസ്റ്റ് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഗ്രീൻ ആർമിറ്റേജ് ഫോഴ്സപ്സ് യൂസ്ഡ് ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഇൻ വിച്ച് സർജറി. അതായത് ഗ്രീൻ ആർമിറ്റേജ് ഫോഴ്സപ്സ് എന്തിന് യൂസ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ യൂഷ്വലി സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്ന ഓപ്ഷൻ സിസേറിയൻ ആണ്. യൂട്രസിന്റെ സർജറീസിന്റെ ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് വെസൽസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ആർമിറ്റേജ് ഫോഴ്സപ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡെഫിഷ്യൻ്റ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. പാർക്കിൻസൺ ഡിസീസിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതെന്നാണ്? ഡോപ്പമൈൻ ആണ്. ഓക്കെ, ഡോപ്പമൈൻ ആണ് പാർക്കിൻസൺസിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡെഫിഷ്യൻ്റ് ആണ് ഡോപ്പമൈൻ. അടുത്തത് മസിൽ റിലാക്സൻ്റ് ഇൻ ECT. ECT എന്താണ്? ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയാണ്. അതിന് നമ്മൾ കൊടുക്കുന്ന മസിൽ റിലാക്സൻ്റ് എന്താണെന്നാണ്? അത് സക്സിനൈൽ കോളിൻ ആണ്. ഓക്കെ, സക്സിനൈൽ കോളിൻ. നേരത്തെ പറഞ്ഞ അതിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഓരോ കണ്ടീഷനും അസോസിയേറ്റ് ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാന്ന് നോക്കിയപ്പോൾ അൽഷിമേഴ്സിൽ ACH കുറവായിരിക്കും, അതായത് അസറ്റൈൽ കോളിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ഓക്കെ, അൽഷിമേഴ്സിൽ. ഇനി ഡോപ്പമൈൻ വരുമ്പോൾ പാർക്കിൻസോൺസത്തിൽ കുറവായിരിക്കും, സ്കീസോയിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഡോപ്പമൈൻ പാർക്കിൻസോൺസത്തിലുണ്ട്, സ്കീസോയിലുണ്ട്, സ്കീസോയിൽ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഗാബ എപ്പിലെപ്സി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിന് ഗാബ. ദെൻ സെറോട്ടോണിൻ അറിയാലോ ഡിപ്രഷനുമായിട്ട്, ദെൻ സംടൈംസ് മൈഗ്രെയിനിലുണ്ട്. ഓക്കെ, ദെൻ ഗ്ലൂട്ടാമേറ്റ് മൈഗ്രെയിനിലുണ്ട്. ഓക്കെ, സ്ട്രോക്കിലും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അസറ്റൈൽകോളിൻ അൽഷിമേഴ്സിൽ, ഡോപ്പമൈൻ പാർക്കിൻസോൺസും സ്കീസോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, ഗാബ എപ്പിലെപ്സി, ദെൻ സെറോട്ടോണിൻ മൈഗ്രെയിൻ, ദെൻ ഡിപ്രഷൻ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഗ്ലൂട്ടാമേറ്റ് മൈഗ്രെയിനും സ്ട്രോക്കും വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ ഇൻസ്ട്രുമെന്റ്. ഹോസ്പിറ്റൽ ഇൻസ്ട്രുമെന്റിന്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓട്ടോക്ലേവിംഗ് ആണ്. അത് 121 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സ്റ്റീം കൊടുത്ത് അത്രയും ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ അത്രയും എഫക്റ്റീവ് ആണ്. ഓക്കെ, സം ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഓട്ടോക്ലേവിംഗ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഗ്ലൂട്ടാർഡിഹൈഡിലൊക്കെ ഇടുന്നത്. ഓക്കെ, അടുത്തത് ലിഥിയം തെറാപ്യൂട്ടിക് റേഞ്ച് എത്രയെന്നാണ്? 0.6 to 1.2 ആണ്. 0.6 to 1.2 ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈപ്പർ റെസണൻസ് സൗണ്ട് ഹേർഡ് ഇൻ. എപ്പോഴാണ് ഹൈപ്പർ റെസണൻസ് കേൾക്കുന്നത്? ഹൈപ്പർ റെസണൻസ് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഊഹിച്ചോളൂ, പണ്ട് നമ്മൾ ടൂണി ഫോർക്കിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ടില്ല, അതിനകത്ത് എയർ കോളത്തിൻ്റെ വേലം അസസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ്? വെൻ പെർക്കസിങ് ലങ് വെയർ ഏരിയ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് വിത്ത് എയർ ഉള്ള ഏരിയാസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ റെസണൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് തെറാപ്യൂട്ടിക് ലെവൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഫസ്റ്റ് കാർബമെസിപ്പിൻ ആണ്. അത് 16 to 50 മൈക്രോ മോൾസ് പെർ ലിറ്റർ ആണ്. അടുത്ത ക്ലോസപ്പിൻ വരുന്നത് അത് 1000-നും 2000-നും ഇടയ്ക്ക്, ഗ്രേറ്റർ ദാൻ 2000 വന്നു കഴിഞ്ഞാൽ ടോക്സിസിറ്റി ആവും. ഓക്കെ, ദെൻ നമുക്ക് ഡിജോക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ്. 0.6 to 2 ആണ് തെറാപ്യൂട്ടിക് റേഞ്ച്. അതിന് എബോവ് ആയി കഴിഞ്ഞാൽ ടോക്സിസിറ്റി ആവും. ഓക്കെ, ഡിജോക്സിൻ. അടുത്ത ലിഥിയം ഇപ്പോൾ പറഞ്ഞതാണ് 0.6 to 1.2 ആണ് വരുന്നത്. ദെൻ തിയോഫിലിൻ 55 to 110 മൈക്രോ മോൾസ് പെർ ലിറ്റർ. ഓക്കെ, തെറാപ്യൂട്ടിക് റേഞ്ച് ആണ് പറയുന്നത്. ഇനി മെയിൻലി ബാക്കിയൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോവാം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്. പിന്നെ ഒരു ലിഥിയം എടുത്തു കഴിഞ്ഞ് സാമ്പിൾ 12 hours, അതായത് ലാസ്റ്റ് ഡോസ് കഴിഞ്ഞ് 12 hours കഴിഞ്ഞിട്ട് സാമ്പിൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ കാർബമെസിപ്പിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡോസിന് മുന്നേ തന്നെ എടുക്കാം. നെക്സ്റ്റ് ഡോസിന് മുന്നേ ഒരു സാമ്പിൾ എടുത്തിട്ട് അടുത്ത ഡോസ് കൊടുക്കാം, അങ്ങനെയാണ് പറയുന്നത്. ദെൻ ക്ലോസപ്പിൻ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഡോസ് നെക്സ്റ്റ് ഡോസ് ആയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ടോക്സിസിറ്റി സസ്പെക്ട് ചെയ്യുന്ന ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം. ഡിജോക്സ് എന്ന് പറഞ്ഞാൽ 8 to 24 hours പോസ്റ്റ് ഡോസ്, അതായത് ലാസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് 8 to 24 hours എത്രത്തോളം അങ്ങോട്ട് നീങ്ങുന്നു അത്രയും കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് കോപ്ലിക് സ്പോട്ട് ഇൻ മീസിൽസ് ഈസ് അസസ്ഡ് ഇൻ ഏരിയ ഓഫ്. മീസിൽസിന്റെ വേറെ പേരെന്താ? റൂബിയോളയാണ്. റൂബിയോള. മീസിൽസിൽ കോപ്ലിക് സ്പോട്ട് എവിടെയാണ് അസസ് ചെയ്യുന്നതെന്നാണ്? അതൊരു ബക്കൽ മുക്കോസയിലാണ്. സംടൈംസ് അത് ഭയങ്കര റെഡിഷ് ആയിട്ടൊരു കാണും, അതല്ലെങ്കിൽ ഒരു പർപ്പിളിഷ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ബക്കൽ മ്യൂക്കോസയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് മീസിൽസിന്റെ സിംറ്റം ആണ് ബക്കൽ മ്യൂക്കോസയിൽ കോപ്ലിക് സ്പോട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലൗ സ്റ്റോക്കിംഗ് ഫീലിങ്സ്. ഇത് ഫീലിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡിഫാക്ട്. അതായത് പേഷ്യൻ്റ് ഗ്ലൗ അല്ലെങ്കിൽ സ്റ്റോക്കിങ് ധരിച്ചിരിക്കുന്നതായിട്ട് പേഷ്യൻ്റ് ഒരു സെൻസേഷൻ ഉണ്ടാകാത്തൊരവസ്ഥ, ചൂടായാലും തണുപ്പായാലും സെൻസ് ചെയ്യുന്നില്ല, എന്തോ ഗ്ലൗസ് വിയർ ചെയ്തിരിക്കുന്ന ഒരു ഫീൽ വരും. അപ്പം അത് ഏത് ഡിഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതെന്നാണ്? അത് പെരിഫറൽ ന്യൂറോപ്പതിയാണ്. ഓക്കെ, പെരിഫറൽ ഏരിയയിലേക്കുള്ള നെർവ് സപ്ലൈക്ക് വരുന്ന ഡാമേജ്. പെരിഫറൽ ന്യൂറോപ്പതി ഡയബറ്റീസിനൊക്കെ അങ്ങനെ വരാറുണ്ട്. ഓക്കെ, അടുത്തത് വെൻ എ പേഴ്സൺ ഈസ് ഫിയർ ഓഫ് ബീയിങ് ലിഫ്റ്റ് അലോൺ. അതായത് ഓരോ പേഴ്സൺ
ലിഫ്റ്റിനകത്ത്, ലിഫ്റ്റ് നമുക്കറിയാം ക്ലോസ്ഡ് ഏരിയ ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഏരിയയിലുള്ള ഫിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോസ്ട്രോഫോബിയ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലോസ്ട്രോഫോബിയ. ഇനി ഫോബിയാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞു. അക്രോഫോബിയ എന്താണ്? ഹൈറ്റിൻ്റെ ഫിയർ ആണ്. അഗോറോഫോബിയ എന്താണ്? പബ്ലിക് സ്പേസ് ആണ് അഗോറോഫോബിയ. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്? ക്ലോസ്ട്രോഫോബിയ, ക്ലോസ്ഡ് സ്പേസസ് വരുന്നത്. ഓക്കെ, ദെൻ അത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? നിക്ടോഫേബിയ, നൈറ്റും ഡാർക്ക്നെസ്സും വരുന്നത്. ഓക്കെ, സൂഫോബിയ, അനിമൽസ് വരുന്നത്. ഓക്കെ, മെയിൻലി നമുക്ക് അക്രോഫോബിയ, അഗോറോഫോബിയ, ക്ലോസ്ട്രോഫോബിയ ഇതൊക്കെയാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇതൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈൽ സ്റ്റോൺസ് അറ്റൈൻഡ് ബൈ എ 1 year old ബേബി. 1 year old എന്ന് പറഞ്ഞാൽ 12 months ആയ ബേബിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം അതിനകത്തുണ്ടായിരുന്ന ഓപ്ഷനിൽ ഫർണിച്ചറിന്റെ ഹെൽപ്പോടുകൂടി സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതാണ്. സോ അതാണ് ആൻസർ, സ്റ്റാൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഫർണിച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിവെന്റിങ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഹാൻഡ് വാഷിംഗ് ആണ്, നമുക്കെല്ലാം അറിയാം. ഹാൻഡ് വാഷിംഗ് ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്കോർഡ് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെൻസേഷൻ ഓഫ് ടച്ച് വിത്തൗട്ട് എനി ഫിസിക്കൽ സ്റ്റിമുലസ്. അതായത് ഒരു ഹാലുസിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ടച്ച് എന്നുള്ള ഹാലുസിനേഷൻ വരുമ്പോൾ ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ്, പക്ഷേ അതിനകത്തൊരു ജസ്റ്റേറ്ററി ഹാലുസിനേഷനും ഉണ്ടായിരുന്നു. ആ സമയത്ത് സംടൈംസ് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ് ഇത് വരുന്നത്. സോ ഇതിൻ്റെ ഫൈൻ മോട്ടോർ സ്കിൽസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഈ 4 to 12 weeks, അതായത് ഫസ്റ്റ് 3 months വരെ ഹോൾഡ്സ് ദെയർ ഹെഡ് അപ്പ് വൈൽ ലൈയിങ് ഓൺ ദെയർ ഫ്രണ്ട്. അതാണ് ഫസ്റ്റ് ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. ഫൈൻ മോട്ടോർ ഒന്നും ഉണ്ടാകത്തില്ല. 3 to 5 months കഴിയുമ്പോഴത്തേക്ക് റീച്ചസ് ഔട്ട് 4 objects ഇൻക്ലൂഡിങ് ടോയ്സ്, ഹോൾഡ് ഒബ്ജെക്ട്സ് ആൻഡ് ക്യാൻ ലിഫ്റ്റ് ഹെഡ് ആൻഡ് ചെസ്റ്റ്. അതാണ് 3 to 5 months വരുന്നത്. ഇനി 6 to 8 months ക്യാൻ സ്റ്റിറ്റ് വിത്ത് സപ്പോർട്ട്. ഓക്കെ, 8 months ആകുമ്പോഴത്തേക്ക് വിത്തൗട്ട് സപ്പോർട്ടിൽ ഇരിക്കുന്നു. ഓക്കെ, ദെൻ 9 to 12 months ആകുമ്പോഴത്തേക്ക് എഴയാൻ തുടങ്ങുന്നു, സ്റ്റാർട്ട് ടു ക്രോൾസ്. ഓക്കെ, ദെൻ പിന്നെ സ്റ്റാൻഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് 12 months ആകുമ്പോൾ സ്റ്റാർട്ട്സ് ടു സ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, ദെൻ 13 കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഎയ്ഡഡ് ആയിട്ട് വാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 13 to 18 months വരുമ്പോൾ ദെൻ 18-24 ആകുമ്പോൾ വാക്ക് സ്റ്റഡിലി, വാക്ക് അപ്പ് ആൻഡ് ഡൗൺ സ്റ്റെപ്സ്, ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ഹാലുസിനേഷൻ്റെ ടൈപ്സ് ജസ്റ്റ് നോക്കിയപ്പോൾ ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഓൾഫാക്ടറി ഉണ്ട്, ജസ്റ്റേറ്ററി ഉണ്ടോ, ടേസ്റ്റ് ടങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. എന്താണ് ടാക്ടൈൽ? ടാക്ടൈൽ എന്താണ്? നമുക്ക് ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഇങ്ങനെ ബോഡി കൂടെ എന്തെങ്കിലും എന്നൊക്കെ തോന്നുന്നത്. ഹാലുസിനേഷൻ എപ്പോഴും സ്റ്റിമുലൈ ഉള്ളതാണ്, ഇലൂഷൻ ആണ് വിത്തൗട്ട് സ്റ്റിമുലൈ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അനോസ്മിയ, ആബ്സെൻസ് ഓഫ് സ്മെല്ലും അണ്ടർ അല്ല ആൻഡ് എന്നാണ്. അനോസ്മിയ ആൻഡ് അഗ്യൂസിയ. അഗ്യൂസിയ എന്താണ്? ടേസ്റ്റ്, ആബ്സെൻസ് ഓഫ് ടേസ്റ്റ്. സീൻ ഇൻ വിച്ച് കണ്ടീഷൻ ആണ് ചോദിച്ചത്. നമുക്കറിയാം കോവിഡിന്റെ ടൈമിൽ എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അനോസ്മിയ ആൻഡ് അഗ്യൂസിയ, സീൻ ഇൻ കോവിഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ എന്താണ്? ഡിക്രീസ്ഡ് ഓക്സിജൻ സപ്ലൈ ഇൻ ടിഷ്യൂ. ഓക്കെ, ഡിക്രീസ്ഡ് ഓക്സിജൻ സപ്ലൈ ഇൻ ടിഷ്യൂ, ദാറ്റ് ഈസ് ഹൈപ്പോക്സിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ് ഇഞ്ചുറി പ്രയോറിറ്റി അസസ്മെന്റ്. ഹെഡ് ഇഞ്ചുറി എന്നല്ല, ഏത് പേഷ്യൻ്റ് അൺറെസ്പോൺസീവായിട്ട് വന്നാലും എന്ത് വന്നാലും ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി എയർവേക്കാണ്. ഓക്കെ, സോ ഹിയർ ഹെഡ് ഇഞ്ചുറിയാണ് ചോദിച്ചിരുന്നത്. സോ പ്രയോറിറ്റി അസസ്മെന്റ് എയർവേക്കാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെഡിസിൻ LASA സ്റ്റാൻഡ്സ് ഫോർ. LASA എന്താണ്? മെഡിസിൻ ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക്. ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക് മെഡിസിൻ ആണ് LASA എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അബ്സല്യൂട്ട് ടൈം ഫോർ ഗിവിംഗ് ഇഞ്ചക്ഷൻ എമിസെറ്റ്. എമിസെറ്റ് അറിയാമല്ലോ, വോമിറ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്നതാണ്. സോ ബിഫോർ കീമോതെറാപ്പി. ഈ എമിസെറ്റ് കീമോതെറാപ്പിക്ക് മുന്നേ വോമിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണ് എമിസെറ്റ് കൊടുക്കേണ്ടതെന്നാണ്. 30 minutes ബിഫോർ സ്റ്റാർട്ടിങ് കീമോതെറാപ്പിയാണ്. ഓക്കെ, 30 minutes ബിഫോർ സ്റ്റാർട്ടിങ് കീമോതെറാപ്പി. അടുത്ത ക്വസ്റ്റ്യൻ, NSAIDs ആക്ഷൻ ബൈ. എങ്ങനെയാണ് NSAID ആക്ഷൻ? ബൈ ഇൻഹിബിറ്റിംഗ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഓക്കെ, ബൈ ഇൻഹിബിറ്റിംഗ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കനാബിസ് ലോക്കൽ നെയിം. കനാബിസ് സത്വ എന്ന് വെച്ചിരുന്നത് അതിൻ്റെ ലോക്കൽ നെയിം ഗാഞ്ച ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. മരിജുവാന ഉണ്ട്, ഹാഷിഷ് ഉണ്ട്, ഹാഷ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന പേരാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡിയൽ ടൈം ഫോർ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. BSc അല്ലെങ്കിൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ 1 week ആഫ്റ്റർ മെൻസുറേഷൻ. അതായത് മെൻസുറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 1 year 7 days കഴിയുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1 year അല്ല 1 week. ഓക്കെ, 1 week ആഫ്റ്റർ മെൻസുറേഷൻ.
അടുത്ത ക്വസ്റ്റ്യൻ സ്കീസോഫ്രീനിയ പേഷ്യൻറ്റ് ഈസ് ഓൺ ഹാലോപെരിഡോൾ. ഹാലോപെരിഡോൾ നമുക്കറിയാം ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് ആണ്. നഴ്സ് വുഡ് വാച്ച് ഫോർ പൊട്ടൻഷ്യൽ സിംറ്റംസ് ഓഫ്. എന്താണ് സിംറ്റംസ്? എല്ലാവർക്കും അറിയാവുന്നതാണ് EPS, എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ആണ്. എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെക്കൻഡറി പാർക്കിൻസോണിസം. സെക്കൻഡറി പാർക്കിൻസോണിസം ആൻറ്റിസൈക്കോട്ടിക്സിന്റെ സൈഡ് എഫക്റ്റ് ആണ് സെക്കൻഡറി പാർക്കിൻസോണിസം. എന്തുകൊണ്ടാണ്? എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ പാർക്കിൻസോണിസം ഉണ്ടാകുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ സ്കെയിൽ യൂസ്ഡ് ടു അസസ് ബെഡ് സോർ. ബെഡ് സോർ അസസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രാഡൻ സ്കോർ ആണ്. ഓക്കെ, ബ്രാഡൻ സ്കോർ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് എ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് ASD ഉണ്ടായിരുന്നു, ടെട്രോളജി ഓഫ് ഫാലറ്റ് ഉണ്ടായിരുന്നു, ട്രങ്കസ് ആർട്ടീരിയോസിസ് ഉണ്ടായിരുന്നു, ട്രൈകസ്പിഡ് അട്രീഷ്യ ഉണ്ടായിരുന്നു. സോ റൈറ്റ് ആൻസർ ASD ആണ്. ഓക്കെ, ASD, VSD, PDA ഇതൊന്നും ഇതെല്ലാം എസൈനോട്ടിക് ഹാർട്ട് ഡിസീസസ് ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടേം നോട്ട് റിലേറ്റഡ് ടു COVID-19. COVID-19 റിലേഷൻ ഇല്ലാത്ത ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഐസൊലേഷൻ, ക്വാറന്റൈൻ, ഡേ കെയർ ഐസൊലേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്. സോ നമുക്കറിയാം കോവിഡിൽ ഡേ കെയർ ഐസൊലേഷൻ എന്ന് പറഞ്ഞൊരു സിംറ്റം ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ഐസൊലേഷൻ ആയിരുന്നു പേഷ്യൻറ്റിന് ഉണ്ടായിരുന്നത്. സോ അതാണ് നോട്ട് റിലേറ്റഡ് വിത്ത് COVID-19 പേഷ്യൻറ്റിന് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് എ വൈറ്റൽ സൈൻ. ഓപ്ഷൻസ് വായിക്കാം. വൈറ്റൽ സൈൻസ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. BP, ടെമ്പറേച്ചർ, പൾസ്, ബ്ലഡ് ഗ്ലൂക്കോസ്. നമുക്കെല്ലാം അറിയാം, ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് ആണ് എൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.